ചരിത്രം അത് നായകരെയും വില്ലന്മാരെയും ഓർക്കുന്നു. പക്ഷേ ഇതിന് രണ്ടിനുമിടയിൽ അപകടകരമായി തൂങ്ങി നിൽക്കുന്ന ചിലരുണ്ട്. അവരിൽ ഏറ്റവും വിവാദവും വിസ്മയമുളവാക്കുന്നതുമായ ഒരു ഫ്രഞ്ച് വനിതയുടെ പേരുണ്ടായിരുന്നു. സമൂഹം തൻ്റെ മേൽ ചുമത്തിയ എല്ലാ ഭരണവും നിരസിച്ച ഒരു സ്ത്രീയായിരുന്നു അവർ. അതിവേഗത്തെ പ്രണയിച്ച, ജീവിതത്തോട് കഠിനമായി പൊരുതിയ, തൻ്റെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവിലും സ്വന്തം രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സ്ത്രീ. നാസികൾ തന്നെ ആ സ്ത്രീയെ ഒരു ഹൈന എന്ന് വിശേഷിപ്പിച്ചു. സിക്കനും ഫേ വിയോലെറ്റ് പുലുഫെയ എന്ന മുദ്രാവാക്യത്തിൽ അടിയുറച്ചു വിശ്വസിച്ച മഹിള വിയോലെറ്റ് മോറിസ്. വെൽക്കം ബാക്ക് ടു ജെഫ് സ്റ്റോറീസ്. ഏപ്രിൽ 18 ഫ്രാൻസിൽ ജനിച്ച വിയോലെറ്റ് മോറിസ് ഒരു സൈനിക കുടുംബത്തിലെ പുത്രിയായിരുന്നു. അവരുടെ അമ്മ പാലസ്തീനിയൻ അറബ് വംശജയായിരുന്നു. കോൺവെന്റ് സ്കൂളിലെ കുട്ടിക്കാലം വരാൻ പോകുന്ന അവളുടെ ജീവിത മാറ്റത്തെപ്പറ്റി ഒന്നും പ്രവചിച്ചിരുന്നില്ല. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് 21 വയസ്സ് മാത്രമുള്ള അവരുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ അപകടങ്ങളിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. സ്ത്രീകൾ വളരെ വിരളമായി കാറുകൾ ഓടിച്ചിരുന്ന ഒരു കാലത്താണ് മോറിസ് കാറുകളും എഞ്ചിനുകളും പ്രവർത്തിപ്പിക്കാൻ പഠിച്ചത്. ആംബുലൻസ് ഡ്രൈവറായും കൊറിയർ ഏജന്റായും യുദ്ധത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലകളായ വെർഡൂൺ, ദീസോം എന്നിവിടങ്ങളിൽ അവർ സേവനമനുഷ്ഠിച്ചു. യുദ്ധാനന്തരം മോറിസ് സ്പോർട്സിലേക്ക് കടന്നു. ശക്തിയോ വേഗതയോ അപകടമോ ഉൾപ്പെടുന്ന ഏത് കായിക വിനോദത്തിലും ആ കാലത്ത് മോറിസിനെ കാണാമായിരുന്നു. ഫുട്ബോൾ, ബോക്സിംഗ്, നീന്തൽ, അമ്പെയ്ത്ത്, ഗുസ്തി, സൈക്ലിംഗ്, മോട്ടോർ സൈക്കിൾ റേസിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നിവയൊക്കെ അവർ പങ്കെടുത്ത മത്സര ഇനങ്ങളിൽ ചിലത് മാത്രമാണ്. പലതിലും മോറിസ് വിജയിക്കുകയും ചെയ്തു. 1921 1922 ഇടയിൽ വനിതാ ലോക ഗെയിംസിൽ 2 സ്വർണവും 2 വെള്ളിയും മോറിസ് നേടി. 1924 വനിതാ ഒളിമ്പ്യാഡിൽ ഷോട്ട്പുട്ടിലും ഡിസ്കസിലും അവർ ആധിപത്യം പുലർത്തി. രാജ്യത്തിന് അകത്തും പുറത്തുമായി 120ഓളം മെഡലുകൾ അവർ വാരിക്കൂട്ടി. അപ്പോഴാണ് അവരുടെ മുദ്രാവാക്യം ഇതിഹാസമായി മാറുന്നത്. സിക്കനും ഫേ വിയോലെറ്റ് പുലുഫെയ. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെന്തും വിയോലെറ്റിന് ചെയ്യാൻ കഴിയും. അവർ അത് തെളിയിക്കുകയും ചെയ്തു. ബോക്സിംഗിൽ അവർ പുരുഷന്മാരോട് മത്സരിച്ച് വിജയിച്ചു. വാട്ടർ പോളോയിൽ ഫ്രാൻസിന് വനിതാ ടീം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ദേശീയ പുരുഷ ടീമിൽ ചേർന്ന് മത്സരിച്ചു. ഇടുങ്ങിയ റേസിംഗ് കാറുകൾക്കുള്ളിൽ നന്നായി തന്നെ ഫിറ്റ് ചെയ്യുവാനും ഡ്രൈവിംഗ് എളുപ്പമാക്കുവാനും വേണ്ടി ആ കാലത്ത് അവർ ഇരട്ട മാസ്റ്റർ ടെക്നിക്ക് പോലും വിധേയയായി. പലർക്കും അവർ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു ഫെമിനിസ്റ്റ് ഐക്കണായിരുന്നു. മറ്റുള്ളവർക്ക് അവർ സംഭവിക്കാൻ കാത്തിരിക്കുന്ന ഒരു അപവാദമായിരുന്നു. ഫ്രാൻസിന്റെ പരമ്പരാഗത ധാരണകളെ വെല്ലുവിളിക്കുന്നതായിരുന്നു 1920 ശേഷമുള്ള മോറിസിന്റെ ജീവിതം എന്ന് പറയാം. പുരുഷവേഷം ധരിക്കുകയും പുകവലിക്കുകയും സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത അവർ സമൂഹത്തിന്റെ ചട്ടക്കൂടുകൾ തകർത്തു മുന്നേറി. 1928 ഫ്രഞ്ച് വനിതാ സ്പോർട്സ് ഫെഡറേഷൻ അവളുടെ ലൈസൻസ് പുതുക്കാൻ വിസമ്മതിച്ചു. മോറൽ സ്റ്റാൻഡേർഡ് വയലേഷൻ എന്ന പേരിൽ അവളെ സ്പോർട്സിൽ നിന്നും പുറത്താക്കി. ഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ള അവസരവും നഷ്ടമായി. അവർ കോടതിയിൽ കേസ് കൊടുത്തെങ്കിലും തോറ്റു. ഫ്രാൻസിന്റെ കാപട്യത്തെ അപലപിച്ചുകൊണ്ട് അവർ പ്രസ്താവനകൾ നടത്തി. അത് അവളുടെ ഉള്ളിൽ വളരുന്ന കയ്പിന്റെ അടയാളമായിരുന്നു. അവളുടെ ജീവിതകാലം മുഴുവൻ ഫ്രാൻസിനോട് തോന്നിയ വിരോധം. കായിക ജീവിതം തകർന്നതിന് ശേഷം വിയോലെറ്റ് ഒരു കാർ പാർട്സ് ഷോപ്പ് തുറക്കുകയും ഹാൻഡ് മെയ്ഡ് റേസിംഗ് കാറുകൾ നിർമ്മിക്കുകയും ചെയ്തു. തന്റെ പങ്കാളിയായ നടി ഇവോൺ ഡി ബ്രെയ്ക്കൊപ്പം ഒരു ഹൗസ് ബോട്ടിലായിരുന്നു ആ കാലഘട്ടത്തിൽ അവർ താമസിച്ചിരുന്നത്. 1937 ക്രിസ്മസ് സായാഹ്നത്തിൽ മദ്യപാനായ ഒരു മുൻ സൈനികൻ കത്തികൊണ്ട് ആക്രമിച്ചപ്പോൾ വിയോലെറ്റ് സ്വയം പ്രതിരോധത്തിനായി വെടിയുതിർത്തു. മോറിസിനെ അറസ്റ്റ് ചെയ്യുകയും നരഹത്യയ്ക്ക് കുറ്റം ചുമത്തുകയും ചെയ്തു. എന്നാൽ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കൃത്യം ചെയ്തതെന്ന് മനസ്സിലാക്കിയ കോടതി അവരെ കേസിൽ നിന്നും വിമുക്തയാക്കി. ആ സംഭവം ആളുകളിൽ അവളുടെ കരുത്തും ഭീതിപ്പെടുത്തുന്ന സ്വഭാവവും വരച്ചു കാട്ടിക്കൊടുത്തു. നാസി ജർമ്മനിയുടെ രഹസ്യ പോലീസ് സേനയായ ഗെസ്റ്റാപ്പോയ്ക്ക് വേണ്ടി വിയോലെറ്റ് രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്നു. സ്വദേശമായ ഫ്രാൻസിനോടുള്ള പക അവളിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിന്റെ മുക്കും മൂലയും വിയോലെറ്റിന് കാണാപ്പാടമായിരുന്നു. ആ രാജ്യത്തിന്റെ രഹസ്യ ആയുധശേഖരങ്ങളെപ്പറ്റിയും ആ കാലത്തെ ഫ്രഞ്ച് കുന്തമുനയായ സുമുവ S-35 എന്ന ടാങ്കിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ അവർ നാസികൾക്ക് ചോർത്തിക്കൊടുത്തു.
1936 ഒളിമ്പിക്സിൽ സാക്ഷാൽ ഫ്യൂയ ഹിറ്റ്ലറിന്റെ ഗസ്റ്റ് ഓഫ് ഓണർ ക്ഷണം സ്വീകരിച്ച് വിയോലറ്റ് മോറിസ് ബെർലിനിൽ എത്തിയിരുന്നു. ഫ്രഞ്ച് റെസിസ്റ്റൻസിനെതിരെ വിയോലറ്റ് നേരിട്ട് പ്രവർത്തിച്ചതായി ചരിത്രകാരന്മാർ പറയുന്നു. റെസിസ്റ്റൻസിന്റെ പ്രവർത്തകരെ ട്രാക്ക് ചെയ്യാനും ഫ്രാൻസിൽ നാസികൾക്ക് പെട്രോൾ എത്തിക്കാനും അവരുടെ യുദ്ധോപകരണങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തിയും വിയോലറ്റ് നാസികളെ സഹായിച്ചു. മാത്രവുമല്ല, അവർ അതിക്രൂരമായ ചോദ്യം ചെയ്യൽ രീതികളും അവലംബിച്ചിരുന്നു. വിയോലറ്റിന്റെ ഇത്തരം ക്രൂരതയെ നാസികൾ പോലും ഭയന്നിരുന്നു. ഈ ഭയം അവൾക്ക് കുപ്രസിദ്ധമായ ആ പേര് നേടിക്കൊടുത്തു, ദ ഹൈന ഓഫ് ദ ഗെസ്റ്റാപ്പോ. വെറും 6 ആഴ്ച കൊണ്ട് ഫ്രാൻസിനെ തോൽപ്പിക്കാൻ ജർമ്മനിക്കായതിൽ ഗെസ്റ്റാപ്പോയുടെ കറുത്ത കൈകൾ കൂടിയുണ്ട്. 1944 ഫ്രഞ്ച് റെസിസ്റ്റൻസ് വിയോലറ്റിന് തലയ്ക്ക് കുറിവെച്ചു. ആ വർഷം ഏപ്രിൽ മാസം 26 നാസി ബന്ധമുള്ള ബെയ്ലിയു കുടുംബത്തോടൊപ്പം നോർമണ്ടിയിലൂടെ ഒരു സിട്രോൺ കാറിൽ വിയോലറ്റ് യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്ര ഒരു ഗ്രാമീണ പാത എത്തിച്ചേർന്നപ്പോൾ വഴിയിൽ മറിഞ്ഞിരുന്ന മാക്വിസ് സർക്യൂട്ട് യൂണിലെ പോരാളികൾ ആ കാറിന് നേരെ നിറയൊഴിച്ചു. വിയോലറ്റും ബെയ്ലിയു കുടുംബവും അതിലെ 2 കുട്ടികളും മൃത്യു വരിച്ചു. വിയോലറ്റിന്റെ മൃതദേഹം മാസങ്ങളോളം ആരും ഏറ്റെടുക്കാനില്ലാതെ കിടന്നു. അവസാനം ഒരു അടയാളം പോലുമില്ലാത്ത പൊതുക്കല്ലറയിൽ അവരെ അടക്കം ചെയ്തു. ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും ധ്രുവീകരിക്കപ്പെടുന്നതുമായ വ്യക്തികളിൽ ഒരാളായി വിയോലറ്റ് മോറിസ് തുടരുന്നു. ഒരു മികച്ച കായിക താരം. സമൂഹം വരച്ച ചട്ടക്കൂടുകൾ അവളെ ഒരിക്കലും ചുരുക്കിയിരുന്നില്ല. പാതയില്ലാത്ത സ്ഥലത്ത് തന്നെ പാത സൃഷ്ടിക്കാൻ ശ്രമിച്ച, അനുസരണത്തിന് പകരം വിരോധത്തെ തിരഞ്ഞെടുത്ത ഒരു നിർഭയ കലാപം. അവൾ സമൂഹത്തിന്റെ മുൻവിധികളുടെ ഇരയോ, അവസരം കണ്ടാൽ മാറുന്ന അപകടകാരിയായ അവസരവാദിയോ, അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നതോ? സത്യമെന്തായാലും വിയോലറ്റ് മോറിസിന്റെ കഥ അസുഖകരമായ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്, കറുപ്പിലും വെളുപ്പിലും പറയാൻ കഴിയില്ല. ഈ വിവരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്റ്റ് സ്റ്റോറീസ്.